ഗ്രൂപ്പിന്റെ മൃതശരീരം പൊതുദർശനത്തിനായി ഇപ്പോൾ VJT ഹാളിലേക്ക് എത്തിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. അല്പസമയം മുമ്പാണ് അദ്ദേഹത്തിന്റെ മൃതശരീരം വസതിയായ ഇന്ദീവരത്തിൽ നിന്നും വഴുതക്കാട്ടുള്ള ഇന്ദീവരത്തിൽ നിന്നും പാളയത്തുള്ള VJT ഹാളിലേക്ക് കൊണ്ടുപോകുന്നത്. വലിയൊരു ജനാവലിയാണ് VJT ഹാളിലും പ്രിയപ്പെട്ട കവിയെ അവസാനമായി ഒരു നോക്ക് കാണാൻ കാത്തു നിൽക്കുന്നത്. നേരത്തെ പ്രമുഖരടക്കം വലിയൊരു ജനക്കൂട്ടം അദ്ദേഹത്തിൻ്റെ വസതിയിലും അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു. 3 മണി വരെ 11 മണി മുതൽ 3 മണി വരെയാണ് നിലവിൽ ഇവിടെ VJT ഹാളിൽ പൊതുദർശനം നിശ്ചയിച്ചിരിക്കുന്നത്. ഇപ്പോൾ VJT ഹാളിൽ നിന്നും വാർത്തയുടെ വിശദാംശങ്ങളുമായി സുനിൽ അരുമാനൂർ ചേരുന്നു. സുനിൽ, അദ്ദേഹത്തിൻ്റെ മൃതദേഹം VJT ഹാളിലേക്ക് പൊതുദർശനത്തിനായി എത്തിച്ചിരിക്കുന്നു. ഒരു വലിയ ജനാവലി പ്രിയപ്പെട്ട കവിയെ കാണാനായി അവിടെ കാത്തു നിൽക്കുന്നുണ്ടോ? നേരത്തെ വഴുതക്കാട്ട് ഒരു വലിയ ജനാവലി അദ്ദേഹത്തെ അവസാനമായി കാണാൻ എത്തിയിരുന്നു. പ്രമുഖരടക്കമുള്ളവർ VJT ഹാളിൽ എത്തിയിട്ടുണ്ടോ ONVയെ അവസാനമായി ഒരു നോക്ക് കാണാൻ? തീർച്ചയായും മനു, വലിയൊരു ജനസംഖ്യ തന്നെയാണ് VJT ഹാളിലേക്ക് നേരത്തെ തന്നെ എത്തിയിരിക്കുന്നത്. ആ ഒരു ജനസംഖ്യ ഇപ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ വഴുതക്കാട് അദ്ദേഹത്തിന്റെ വസതിയിൽ മൃതദേഹം പൊതുദർശനത്തിൽ വെച്ചപ്പോൾ തന്നെ ആയിരങ്ങളാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാനും അവസാനമായി ഒരു നോക്ക് കാണാനുമായി എത്തിയത്. അതുപോലെ തന്നെ VJT ഹാളിലും നിരവധി പ്രമുഖരാണ്. സാഹിത്യ, കലാ, സാംസ്കാരിക രംഗത്തെ, സിനിമാ രംഗത്തെ പ്രമുഖരടക്കം നിരവധി പേരാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അടൂർ ഗോപാലകൃഷ്ണൻ അടക്കം അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച കവികളടക്കം നിരവധി പേർ നേരത്തെ തന്നെ ഇവിടെ അദ്ദേഹത്തിന്റെ മൃതദേഹം കാണാനും ആദരാഞ്ജലി അർപ്പിക്കാനുമായി എത്തിച്ചേർന്നിട്ടുണ്ട്. വൈകുന്നേരം 3 മണി വരെയാണ് ഇവിടെ VJT ഹാളിൽ മൃതദേഹം പൊതുദർശനത്തിൽ വെക്കുമെന്ന് അറിയിച്ചിട്ടുള്ളത്. തീർച്ചയായും അത് ഇവിടുത്തെ ഒരു ജനസംഖ്യയും കണക്കിലെടുത്തുകൊണ്ടായിരിക്കും ആ സമയത്തിൽ വ്യത്യാസം ചിലപ്പോൾ വരാനുള്ള സാധ്യതയുണ്ട്. മറ്റ് പ്രമുഖർ, യേശുദാസ് അടക്കമുള്ള പ്രമുഖർ ഉച്ചയ്ക്ക് ഇവിടെ എത്തും എന്നുള്ളൊരു വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. മോഹൻലാലും അടക്കം ഇവിടെ ഉച്ചയ്ക്ക് ആദരാഞ്ജലി അർപ്പിക്കാനായി എത്തിച്ചേരുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ മൃതദേഹത്തിന് പോലീസിന്റെ വക ഒരു ഗാർഡ് ഓഫ് ഓണർ നൽകും. അതിനുശേഷമായിരിക്കും പുറത്ത് ക്യൂ നിൽക്കുന്ന ആളുകൾക്ക് മൃതദേഹം കാണാനും ആദരാഞ്ജലി ഉള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. എല്ലാ സജ്ജീകരണങ്ങളും എല്ലാവർക്കും ഭൗതിക ശരീരം കാണാനും ആദരാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി വന്ന് കണ്ട് പോകാനുള്ള ഒരു സജ്ജീകരണം നേരത്തെ തന്നെ ഒരുക്കിയിരുന്നു. അതാണ് ഇപ്പോൾ പോലീസും ആദ്യം നടക്കുന്നത്. അതിനുശേഷമായിരിക്കും പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും സുനിൽ അരുമാനൂരാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ONV ഗ്രൂപ്പിന്റെ മൃതദേഹം പൊതുദർശനത്തിനായി VJT ഹാളിലേക്ക് എത്തിച്ചിരിക്കുന്നു. വലിയൊരു ജനസഞ്ചയമാണ് അവിടെ കാത്തു നിൽക്കുന്നത്. ഓരോ നിമിഷം ചെല്ലുന്തോറും അത് വീണ്ടും കൂടുതൽ ആളുകൾ അങ്ങോട്ട് അദ്ദേഹത്തെ കാണാനായി എത്തുന്നു എന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്.